വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു. വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികളുടെ സമ്മർദ്ദമുണ്ട് എന്ന് തുറന്നു പറയുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗമായവർ. ഇതാ വിമാന ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് വിമാന കമ്പനികൾ അവരുടെ സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും പെട്രോളിനും ഡീസലിനും കൂടി വില കൂട്ടുമോ എന്ന ആശങ്കയിൽ, കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള BJP സർക്കാരിൻ്റെ ഒരു രീതി കൂടി പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാകുന്ന വലിയ ഭയപ്പാടിലാണ് രാജ്യം ഒന്നാകെ. ഫെമിന വിവരങ്ങളുമായി ചേരുകയാണ്. ഫെമിന, 65 രൂപയ്ക്ക് ലാഭകരമായി പെട്രോൾ കൊടുക്കാവുന്ന സമയത്ത്, അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പെട്രോൾ കൊണ്ടുപോകുന്നവർ കൊടുക്കുന്ന കണക്ക് വെച്ചിട്ട് പറയുകയാണ്, ശ്രീലങ്ക ആയാലും ബർമ ആയാലും ഭൂട്ടാനായാലും ഒക്കെ. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് കൊടുക്കാവുന്നിരിക്കെ 107 രൂപയാണ് വാങ്ങിയത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെയും മറ്റ് പ്രതിസന്ധിയും പറഞ്ഞ് വീണ്ടും കൂട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങളാണ്. അപ്പോൾ അത് കമ്പനികളുടെ തലയിൽ വെച്ച് സ്വാഭാവികമായും ഈ മോദി സർക്കാർ ചെയ്യുന്നതാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇങ്ങനൊരു കൂട്ടലുണ്ടല്ലോ. അത് തീർച്ചയായും രാജ്യത്ത് വലിയ തരത്തിലുള്ള ഒരു ഇന്ധന പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വാണിജ്യ സിലിണ്ടറിൻ്റെ വില കേന്ദ്രം കുത്തനെ ഉയർത്തിയിരുന്നു. ഇത് 3ാം തവണയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 3ാം തവണയാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചത്. അതൊരു 1600-ൽ നിന്ന് 3000-ലേക്ക് ഒറ്റയടിക്ക് വലിയൊരു വർധനമാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ രാജ്യത്തെ ഹോട്ടൽ കച്ചവടക്കാരും അതുപോലെ തന്നെ സാധാരണക്കാരുമൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ രാജ്യം നിൽക്കുന്നത്. പ്രത്യേകിച്ച് മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലുടൻ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2022-ന് ശേഷം വലിയൊരു വർധനവിനായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക. അത് തീർച്ചയായും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കും, സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ടാക്കും. പക്ഷേ ഇത് അനിവാര്യമായിട്ടുള്ള വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്, വേറെ വഴിയില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പൂൾ സിസ്റ്റം ഒക്കെ എടുത്ത് കളഞ്ഞ് അത് വലിയ വിഷയങ്ങളിലേക്ക് കൊണ്ട് ഇത് എന്താണ് UPA സർക്കാർ തുടങ്ങി വെച്ച പല കെടുതികളും കൂടുതൽ ഗംഭീരമായി കെടുതികളാക്കുകയാണ് BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നാലും വലിയ വിമർശനം ഈ വിഷയത്തിൽ CPIM ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിഷേധവും ഈ കൂട്ടിയ വില തന്നെ കുറയ്ക്കണം, ഇനി മറ്റ് ഇന്ധനങ്ങൾക്ക് വില കൂട്ടരുതെന്നൊക്കെ വലിയ താക്കീത് പോളിറ്റ് ബ്യൂറോ CPM നൽകിയിട്ടുമുണ്ട്. ഫെമിനയാണ് സമഗ്ര വിവരം നൽകിയത്.